എൻ്റെ പേര് മരിയ ഫാക്സി. ഞാൻ മെഡിക്കൽ ടെസ്റ്റിൽ ഹോസ്പിറ്റലിൽ സച്ചിൻ ജോസഫ് ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. ഞാൻ ഇവിടെ വന്നത് എൻ്റെ പോലെ തന്നെ എൻ്റെ ചേട്ടനും കിഡ്നിയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ സച്ചിൻ ഡോക്ടറാണ് നോക്കിയിരുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ഈ സർജറിക്ക് മുന്നേ എനിക്ക് വേദനകളുണ്ടായിരുന്നു. ഷോൾഡർ ഭയങ്കര വേദനയായിരുന്നു. ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു. കിടക്കാൻ നേരത്ത് ബോഡി ഫുള്ളും വേദനയായിരുന്നു. പക്ഷേ നമുക്കറിയില്ല ഇത് ഇവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ സാധാ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചാലും വേദനക്കൊരു കുറഞ്ഞ് കിട്ടുമെന്നല്ലാതെ പിന്നെയും വേദന വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ 3-ാം തീയതി ഞാൻ മൂത്രം ഒഴിച്ചപ്പോഴാണ് മൂത്രത്തിൽ ബ്ലഡ് വന്നത്. എന്ന് വെച്ചാൽ നല്ലോണം അങ്ങോട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. നല്ല ബ്ലഡ് അങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഇതാണെന്ന് കരുതി ഗൈനക്കിനെയാണ് കണ്ടത്. ഗൈനക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. യൂട്രസിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ സ്കാനിങ് പറഞ്ഞപ്പോഴാണ് കണ്ടത് എൻ്റെ കിഡ്നിയിൽ വലിയൊരു മുഴ. അതെന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ഉടനെ തന്നെ സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മാമൻ ഡോക്ടറെ കണ്ടത്. മാമൻ ഡോക്ടറെ കണ്ടത്. അങ്ങനെ മാമൻ ഡോക്ടറാണ് സ്കാനിങ്ങിലൂടെ CT സ്കാനിലൂടെ ചെയ്തു. അതിന് ശേഷം ഡോക്ടറിനെയാണ് സെലക്ട് ചെയ്തത്, സച്ചിൻ ഡോക്ടറിനെ. അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ഞങ്ങളുടെ ചേട്ടൻ്റെയും പുള്ളിയാണല്ലോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഡോക്ടറാണ് പിന്നെ സർജറി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തത്. അപ്പോൾ ചേട്ടനെ ചെയ്തത് കീ ഹോൾ സർജറി ആയിരുന്നു. ഈ തടിപ്പ് എടുത്ത് കളയാൻ വേണ്ടി, കിഡ്നിയിലൊരു തടിപ്പായിരുന്നു, എടുത്ത് കളയാൻ വേണ്ടി കീ ഹോൾ സർജറിയാണ് ചെയ്തത്. പുള്ളി ബെറ്ററായി, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ മെഡിക്കൽ ടെസ്റ്റിലാണ് നല്ലത്. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാര്യം അതാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് സച്ചിൻ ഡോക്ടറെ കണ്ട്. ഇപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇത് പറഞ്ഞത് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് റോബോട്ടിക് സർജറിയാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് ചെയ്തത്. വളരെ അനുഭവമാണ് സർജറിയെക്കുറിച്ച്. നല്ല അനുഭവമായിരുന്നു. എനിക്ക് സർജറി അന്ന് 8 മണിയായപ്പോൾ എന്നെ റൂമിൽ കയറ്റി. എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. സർജറി കഴിഞ്ഞ് 1 മണിയൊക്കെ ആയപ്പോഴേക്കും മോളെ കയറ്റിയായിരുന്നു. മോള് വന്ന് എന്നെ വിളിച്ച് ഞാൻ മോളോട് വർത്താനം പറഞ്ഞ് ചോദിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ICUവിൽ ഉണ്ടായില്ല. എന്ന് വെച്ചാൽ എനിക്ക് മയക്കോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. ഒരു വേദനകളോ ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ എന്നെ ഇറക്കുമെന്ന്. പിറ്റേ ദിവസം രാവിലെ ഫിസിയോതെറാപ്പി വന്ന് എന്നെ നടത്തിച്ച്. ഞാൻ നടന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ നടന്ന് കണ്ടപ്പോൾ എല്ലാം വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ട് ഞാൻ ഓക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു വേദനകളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ യാതൊരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് സർജറി ഭയങ്കര റിക്കവറായിട്ട് തോന്നി. ഞാൻ നടക്കും അവിടെ രാവിലെയൊക്കെ. പിന്നെ അവിടെ വെച്ച് ICUവിൽ വെച്ച് തന്നെ എൻ്റെ എല്ലാം അഴിച്ചു മാറ്റി. പിന്നെ മൂത്രത്തിൻ്റെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ വന്നപ്പോൾ എല്ലാം മാറ്റി. മൂത്രമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ റോബോട്ടിക് സർജറിനെ കുറിച്ച് വിശദമായിട്ടൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞ് നോക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കൂടുതൽ അഡ്വാൻസ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഡോക്ടറിൽ നിന്നാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിലുള്ള ആ വിശ്വാസത്തിൽ ഞങ്ങളിത് സമ്മതിക്കുകയും ചെയ്തത്. ഈ സർജറി ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സർജറി ചെയ്തത്. എന്ന് വെച്ചാൽ പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കേട്ടിട്ട് മുഴ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മുഴയെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി, ഭയങ്കര കരച്ചിൽ. പക്ഷേ എനിക്ക് എന്തോ പറയുമെങ്കിൽ ഭയങ്കര വിശ്വാസം വന്നു നേരിടാനുള്ള. ഞാൻ പിന്നെ കരഞ്ഞിട്ടില്ല. ഭയങ്കര ധൈര്യമായിരുന്നു എനിക്ക്. ഭയങ്കര ഒരു വിശ്വാസം വന്നു. ആ വിശ്വാസമാണ് ഏറ്റവും വലുത്. വിശ്വാസം, പിന്നെ ഡോക്ടറിൻ്റെ പെരുമാറ്റവും എല്ലാം ഭയങ്കര ഒരു ധൈര്യമായിരുന്നു എനിക്ക്. ഭയങ്കര കൂളായാണ്. ഞാനിപ്പോഴും കൂളായിട്ട് തന്നെയാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ ഇന്ന് സർജറി നടന്നത് തിങ്കളാഴ്ചയാണ്. ഇന്ന് 5 ദിവസമായി. ഇന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജാണ്. അപ്പോൾ ഇന്ന് ഡോക്ടറോട് ചോദിച്ചായിരുന്നു. അപ്പം മോള് ചോദിച്ചു റെസ്റ്റിൻ്റെ കാര്യം. റെസ്റ്റ് എങ്ങനെയാണ് ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ കൂളായിട്ട് പറഞ്ഞു റെസ്റ്റ് ഇതൊക്കെ തന്നെയാണ് റെസ്റ്റ്, അല്ലാതെ വേറെ റെസ്റ്റൊന്നുമില്ല. ഇനി വീട്ടിൽ പോയാൽ നടക്കുക, ചെറിയ ചെറിയ ജോലികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ വിസിറ്റേഴ്സിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വിസിറ്റേഴ്സ് കുറച്ചൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ
എനിക്കും അതൊരു നല്ലൊരു ഇതായിരിക്കും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ. അല്ലാതെ വലിയ റെസ്റ്റൊന്നും ഇല്ല ഇതിന്. ഫുഡാണെങ്കിലും എല്ലാം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഉപ്പിൻ്റെ മാത്രം അച്ചാറും പപ്പടവും ഉണക്കമീനും അധികം കഴിക്കേണ്ടെന്ന് പറഞ്ഞു. വേറെ എല്ലാം ഓക്കെയാണ്. ഇത് ധൈര്യത്തോടെ ചെയ്യത്, ഒരു കുഴപ്പമില്ല. എനിക്ക് 2 സിസേറിയനായിരുന്നു. അതിലൊക്കെ ബെറ്റർ നോക്കിയിട്ട് ഇത് തന്നെയാണ്. അന്ന് കുറേ റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടത്. പക്ഷെ ഇത് റെസ്റ്റ് ഇല്ല, അതാണ് മറ്റേത്. ഞാൻ നടക്കും, ഇവിടെ ഒറ്റയ്ക്ക് നടക്കും, ബാത്റൂമിലാണെങ്കിലും എല്ലാം. ഒരു കഴിയുന്നത് ആകെ ഫുള്ളും ഞാൻ മേലും തലയൊക്കെ കുളിച്ച് എല്ലാം ഓക്കെ. ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റലും നല്ല സ്റ്റാഫും, ICUലാണെങ്കിലും നല്ല ഇതായിരുന്നു. ഇവിടെ റൂമിലാണെങ്കിലും നേഴ്സുമാരായിട്ടും നല്ലതായിരുന്നു. കെയറാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ ഡോക്ടറാണെങ്കിലും നല്ല കെയറിങ്. ഡോക്ടറിനെ ഞങ്ങൾക്ക് ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ആ ഡോക്ടറിൻ്റെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചെയ്തത്. ഇതിൽ ഇവിടെ ആണെങ്കിലും സ്റ്റാഫുമാരും നേഴ്സുമാരും എല്ലാവരും നല്ലതായിരുന്നു. നല്ല കെയറിങ്. അവരെ വിളിക്കുമ്പോൾ തന്നെ അവർ വേഗം വരും. പിന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഒന്നിനും അവർ തന്നെ എന്നോട് പറയുമായിരുന്നു. അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അയ്യോ വേദന ഇരിക്കുമല്ലോ എന്ന് അവർ തന്നെ പറഞ്ഞു, ചേച്ചിക്ക് ഒരു വേദനയില്ലല്ലോ എന്ന് അവർ തന്നെ പറഞ്ഞു. അങ്ങനെയായിരുന്നു. എന്നെക്കൊണ്ട് ആക്കും അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല ബുദ്ധിമുട്ടൊന്നും. ഈ സർജറി ഇനി ആരോടെങ്കിലും ഡോക്ടർ ചെയ്യാൻ പറഞ്ഞാൽ ആരും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ സർജറി നല്ലതാണ്. ഞങ്ങൾക്ക് ഭയങ്കര കൂളായിട്ടാണ് ഞാൻ എടുത്തേക്കണം. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നല്ല സർജറിയാണിത്. പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. റെസ്റ്റും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. നമുക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും ചെയ്യാം. പിന്നെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം. ഫ്രീ ആയിട്ട് നടക്കാം. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നത് ഒരുപാട് സമയമായി. പക്ഷെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ തോന്നണില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ ട്രസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു കെയറാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നഴ്സുമാരുടെ വളരെ കെയർ എനിക്ക് ലഭിച്ചതായിരുന്നു.